പാമ്പുകൾ വീടിൻ്റെ ബാത്റൂമുകളിൽ കയറി വരുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായി മാറി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള വഴികളും ഉണ്ടാകുമല്ലോ. പല സ്ഥലങ്ങളിലും പല വിധത്തിലുമാണ് ഉള്ളത്. ഈ വീട്ടിലെ വഴി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മളിവിടെ ഉള്ള പഠിക്കലടുത്ത് പാപ്പന്നൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഒരു ബാത്റൂമിലൊരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ വിളിച്ചത്. ഇവരെ വീടാണ്. നിങ്ങൾ എങ്ങനെ ഇത് കണ്ടതെങ്ങനെ? സിസ്റ്റർ ബാത്റൂമിൽ കയറിയപ്പോൾ പെട്ടെന്ന് കണ്ടതാണ്. ശരി. അപ്പോൾ വീടിൻ്റെ ഉള്ളിലാണ് ബാത്റൂമിൻ്റെ ഉള്ളിലാണ്. നമ്മൾ ഏതായാലും നമുക്ക് പോയ ഫസ്റ്റ്. ഇവിടെ ഈ ബാത്റൂമല്ല ഫസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ? ഫസ്റ്റ് ആ പാമ്പ് ഇതൊരു ബാത്റൂമാണ്, ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നു പറഞ്ഞ്. അപ്പോൾ പിന്നെ ആൾക്കാരെ വിളിച്ച് നോക്കിയപ്പോൾ അതിൽ കാണുന്നില്ല. ഏതായാലും നമുക്ക് മറ്റേ ബാത്റൂമിൽ ഇപ്പോൾ കണ്ടത്. അപ്പോൾ അവിടെ പോയി നോക്കാം. അതിന് ശേഷം നോക്കാം എങ്ങനെ കയറിയെന്ന്. ഇതിൻ്റെ ഉള്ളിലാണ് ആളുള്ളത്. ഇതിൻ്റെ ഉള്ളിലാണ് ആളുള്ളത്. ആളിതപ്പിന് ഒരു ചേരയാണ്. പക്ഷെ ചേര ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ വന്നതെന്നറിയില്ല. ചിലപ്പോൾ ബാത്റൂമിൻ്റെ ക്ലോസറ്റ് വഴി കയറാൻ ചാൻസ് ഇല്ല, വേറെ ഓളില്ല. അതായത് നമുക്ക് ഫസ്റ്റ് തന്നെ റെസ്ക്യൂ ചെയ്യാം. ചിലപ്പോൾ വേറെ ആയിട്ട് പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോളും. ഇതിന് പുറത്ത് കിട്ടാൻ മതിയോ? കൊണ്ടുപോകണേ അത് ശരി. അങ്ങനെ വീണ്ടും ഉള്ളിൽ കയറലുണ്ടോ? വീണ്ടും ഉള്ളിൽ കയറലുണ്ടോ? കയറിയില്ല. ടേബിളൊന്ന് മാറ്റോ? ഇങ്ങോട്ട് വെച്ചാൽ മതി. അങ്ങോട്ട് വെച്ചാൽ മതി. ഇങ്ങോട്ടോ ബസ്സിലാ. ഇപ്പോൾ പാമ്പുകൾ ഇപ്പം ബാത്റൂമിൽ കയറുന്നത് സർവ്വസാധാരണമായി മാറുന്നു.
അപ്പോൾ ചെയറായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതെങ്ങനെ വേറെ മറ്റേ റൂമിന് ലിങ്കൊന്നും ഇല്ലല്ലോ, അവിടുന്ന് അങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല. സാറേ ലൈറ്റ് ഉണ്ടോ? ഇതിന് വേറെ വഴിയൊന്നും വരാനില്ല. അപ്പോൾ ചിലപ്പോൾ ബാത്റൂമിന് അടച്ച് ഇട്ട് കഴിഞ്ഞാൽ താഴെ കൂടെ വരാനുള്ള ഹോളും ഇല്ല. ഇത് ബാത്റൂമിന് താഴെ കൂടെ എന്തായാലും കയറി പോകാനുള്ള ഗ്യാപ്പില്ല. ഇത് അടച്ചിടില്ല ഇങ്ങനെ അല്ല, ഇങ്ങനെ ഇടല്ലേ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് അടക്കലുണ്ടോ? ആ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ കയറിയതാവും. പക്ഷേ മറ്റേ ബാത്റൂമിൽ എങ്ങനെ കയറിയാറില്ല, അത് നമുക്കൊന്ന് നോക്കാം. ചുമര് ഇതിൻ്റെ ബാക്ക് ഭാഗം എന്താ അവസ്ഥ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരാനുള്ള ഇവിടെ താഴെ ഈ ക്ലോസറ്റ് ഇതൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല. ഇവിടെ ഹോളുകളൊന്നും ഇല്ല. ചുമരിന് ഇതൊക്കെ അടഞ്ഞെടുക്കുകയാണ്. അതിൽ കൂടെ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഇതിൽ വർക്കിംഗ് അല്ലേ സാധനം? അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് പുറത്ത് പോയി നോക്കാം എന്താ. ആ ടോർച്ചുണ്ടോ? ആ ഇത് ഏതിക്കുള്ള പൈപ്പാണ്? ഇവിടെ ഒരു പൈപ്പ് വന്ന് എങ്ങോട്ടുള്ള വേസ്റ്റ് വെള്ളം വരുന്നല്ലോ. ഇത് പിന്നെ ഈ ഫാന് ഫുൾ ടൈം ഓണിലുണ്ടാവില്ലേ? ഇപ്പോൾ ഓണാക്കിയതാ ചിലപ്പോൾ. ബഷീർ എവിടെയാ? ഇതിൻ്റെ ഈ കയറാൻ ചാൻസ് കുറവാണ്, കാരണം പിടുത്തങ്ങളൊക്കെ കുറവായിരിക്കും ഇതിന്മേൽ, പ്ലാസ്റ്റിക് മേൽ. പക്ഷേ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ആവും കയറിയിട്ടുണ്ടാവുക. ഫ്രണ്ട് ഇവിടെ ചുമര് ചാരിയിട്ടുള്ള ഒന്നുമില്ല, കയറാനുള്ള ചാൻസ് ഉള്ള മരങ്ങളായിട്ടോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ മിക്കവാറും വീടിൻ്റെ സിറ്റൗട്ട് വഴി ആൾ കയറിയതായിരിക്കും. പക്ഷേ ഫസ്റ്റ് പാമ്പിനെ ഈ ബാത്റൂമിലാണ് കണ്ടത് അല്ലേ? പിന്നെ കണ്ട് ഇവർ അടച്ചതിൻ്റെ ശേഷമാണോ? അടച്ചിട്ട് ആ പാമ്പിനെ കാണില്ല. അത് എപ്പോഴാണ് കണ്ടത്? ആ ഉച്ചൻ്റെ ആ ടൈമിലാണ് കണ്ടത് അല്ലേ? അപ്പോൾ പിന്നെ പാമ്പിനെ കണ്ടില്ല. 2-3 മണിക്കൂർ ഗ്യാപ്പിൻ്റെ ശേഷമാണ് കണ്ടത്. ആ ശരി. അപ്പോൾ ഇവർ വൈകുന്നേരമാണ് അത് ഈ ബാത്റൂമിൽ കണ്ടത്. അതിൻ്റെ ശേഷമാണ് പിന്നെ ഇവരെല്ലാവരും നോക്കിയതിൻ്റെ ശേഷം ഇവിടെ കണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ പാമ്പ് മറ്റേ ബാത്റൂമിൽ കയറിയാണ്. അപ്പോൾ കയറാൻ വേറെ ചാൻസുകളൊന്നുമില്ല. ചിലപ്പോൾ ഫ്രണ്ട് ആ ഡോറ് അടച്ചിട്ട് ഉറപ്പാണോ? കുട്ടിയിട്ടേ. അപ്പോൾ ഈ ബാത്റൂമിന് താഴ്ഭാഗത്തായിട്ട് ഒരു ഹോളുണ്ട്. ഈ ഹോൾ കൂടെ ഏകദേശമൊക്കെ ഒരു പാമ്പിന് ആ സൈസുള്ള പാമ്പിന് പോകാനുള്ള ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ ഈ ബാത്റൂമിന് ഉള്ളിൽ കയറിയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ആയിരിക്കും അത് പുറത്തേക്കും പോയിട്ടുണ്ടാവുക. പുറത്തേക്ക് പോയിട്ട് ഏകദേശം ഇത്ര ഏരിയയിൽ കൂടെ കയറിയിട്ടാണ് ഇവിടെ എത്തിയത്. ഈ ഡോർ അടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? ആ അതിന് ശേഷമോ? നിസ്കരിച്ചിന്? ആ ശരി. അപ്പോൾ ഇനി എങ്ങനെ അറിയില്ല, വരാൻ ചാൻസുകൾ വേറെ ഒന്നുമില്ല. ചാൻസ് ഇങ്ങനെ തന്നെ വരാനുള്ളൂ.
പിന്നെ ഈ ക്ലോസറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും അങ്ങനെ കയറി വരാനുള്ള ഇതില്ല. പൊതുവേ പാമ്പുകൾ പോവലുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളെ ആളെ റെസ്ക്യൂ ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.